ആദ്യമായി വെള്ളൂർ കിഴക്കുമ്പോടിന് വേണ്ടി ഒരാർക്കണം. യജ്ഞാമയിലെ സഹകൾക്കുണ്ട് കാറവേൽ പ്രദേശത്തിന് വേണ്ടി മായാറ്റിന് വേണ്ടി മാർച്ചെടുക്ക് വേണ്ടി കമ്പനി വേണ്ടിയിട്ട് കൊഴുമ്പലിന് വേണ്ടി വെള്ളൂർ വെസ്റ്റിന് വേണ്ടി മട്ടന്നൂർ പ്രദേശത്തിന് വേണ്ടി. അതിന്റെ ഭാഗമായി ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ സ്ക്വാഡ് വർക്ക് നടത്തി 2 ദിവസമായിട്ട് സ്ക്വാഡ് വർക്ക് നടത്തി. അതിന്റെ ഫലവും നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ പലർക്കും അറിയുമെന്നറിയില്ല. പക്ഷെ പിന്നാലെ ഒരു സ്ക്വാഡ് വർക്ക് പോയിട്ടുണ്ട്. ആ സ്ക്വാഡ് വർക്ക് ഈ കൂട്ടത്തിൽ പലരുടെ വീട്ടിലും പോയിട്ടുണ്ട്. എല്ലാ വീട്ടിലും പോകണമെന്നില്ല. അവിടെ പോയി പറഞ്ഞെന്താണ്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പങ്കെടുത്താൽ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളിതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പങ്കെടുത്താൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കരുതിയിരുന്നോളൂ. ഞങ്ങളൊക്കെ കരുതി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്കറിയാം മാനഹാനി. ഒരുപാട് ഫേസ്ബുക്കിലും അറിയുന്നവർക്ക് ഒരുപാട് മാനഹാനി വരുന്ന വാർത്തകൾ ഉണ്ടാക്കാൻ കുറേ ആളിവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. എന്തും എഴുതും അവര്. നമ്മളത് മൈൻഡാക്കണ്ട. ചിലപ്പോൾ അടി എവിടുന്നും വരാം. പ്രതീക്ഷിച്ചിട്ടുണ്ടാണ് എല്ലാവരും ഇറങ്ങി തിരിച്ചു. ചിലപ്പോൾ വണ്ടി ആരെങ്കിലും മുട്ടിയിട്ടേക്കാം, അതും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വെട്ടേറ്റേക്കാം, അതും പ്രതീക്ഷിച്ചു. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ കാര്യം ജനങ്ങളോട് പറയാൻ തീരുമാനിച്ചത്. അത് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി സംഭവിക്കേണ്ടത് നമ്മളൊക്കെ പുറത്താണ്. ഇനി തീരുമാനം ഉണ്ടാവേണ്ടത് പാർട്ടിക്കകത്താണ്. ആ തിരുത്തൽ അവിടെ നടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കേരളത്തിനെ ഫാസിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കാൻ ഈ പാർട്ടി ആവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ചെയ്ത ഈ തെറ്റുകുറ്റത്തെ എന്ന് അവർ പറയുന്ന, നിങ്ങളൊക്കെ പറയുന്ന ശരിയായ വഴിയെ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ.